കൂട്ടുകാരെ, എല്ലാവർക്കും മഹിമ പൗർണമി PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്ന പുതിയ SCRTയിലെ ജലം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മുടെ പഴയ SCRTയിലെ ജലം എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അതേ കണ്ടന്റ് തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. എന്നാൽ ഇതിനകത്ത് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? നമുക്ക് എന്തായാലും ചാപ്റ്ററിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ജലത്തിന്റെ ഏകദേശ പ്രതിദിന ഉപയോഗമാണ് ഒരു ടേബിളിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ ആവശ്യം എന്തൊക്കെയാണ്? കുടിക്കാനായിട്ട് നമുക്ക് ഡെയിലി 2.5 തൊട്ട് 3.5 ലിറ്റർ വെള്ളം ആവശ്യമുണ്ട്. ഭക്ഷണം പാകം ചെയ്യാനാണെങ്കിൽ 3 മുതൽ 4 ലിറ്റർ വെള്ളം വേണം. പാത്രങ്ങൾ കഴുകാൻ 6 മുതൽ 8 ലിറ്റർ വെള്ളം വേണം. കുളിക്കാനും വസ്ത്രങ്ങൾ അലക്കാനും 30 ലിറ്റർ വെള്ളം വേണം. ശുചീകരണത്തിന് 50, മറ്റാവശ്യങ്ങൾക്ക് 30. ആകെ നമുക്ക് ഒരു ദിവസം 121 തൊട്ട് 125.5 ലിറ്റർ വെള്ളം ഒരു ദിവസം ആവശ്യമുണ്ട് പല ആവശ്യങ്ങൾക്കായിട്ട്. ഓക്കെ, അപ്പൊ ജനസംഖ്യാ വർധനവും ജലമലിനീകരണത്തിന്റെ തോതിലുള്ള വർധനവും കാരണം ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരികയാണ്. ലോകത്തെ 200 കോടിയോളം മനുഷ്യർക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നതാണ് കണക്കുകൾ പറയുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ വരും വർഷങ്ങളിൽ ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്ന് കരുതപ്പെടുന്നു. ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കും SCRT ടെക്സ്റ്റ് ബുക്കും ചേർന്ന ഒരു മെർജുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. പുതിയ SCRT ടെക്സ്റ്റ് ബുക്കും ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കും കൂടെ ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് ഹാൻഡ് ബുക്കിൽ വാട്ടറിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഭൂമിയുടെ ഉപരിതലത്തിലും അന്തരീക്ഷത്തിലും മണ്ണിലടിയുമായി കാണപ്പെടുന്ന ജലം ജീവന്റെ രൂപീകരണത്തിനും അതിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഭൂമിയിൽ ലഭ്യമായ ആകെ ജലത്തിന്റെ 3% മാത്രമാണ് എന്തായിട്ടുള്ളത്? ശുദ്ധജലമായിട്ടുള്ളത്. അപ്പൊ 100% വെള്ളമുണ്ടെങ്കിൽ അതിൽ 3% മാത്രമാണ് ശുദ്ധജലമായിട്ടുള്ളത്. ഇതിന്റെ തന്നെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഈ 3%ത്തിന്റെ ഒരു ചെറിയ ഭാഗമേ നമുക്ക് ഉപയോഗിക്കാനും കിട്ടുന്നുള്ളൂ. ജനസംഖ്യ വർധനവിന് അനുസൃതമായ ജലത്തിന്റെ ഉപഭോഗവും മലിനീകരണവും വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആകെ കിട്ടുന്നത് കുറച്ച് വെള്ളമാണ്. ആ വെള്ളം കുറെയൊക്കെ മലിനീകരിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം കടൽ ജലത്തെ ശുദ്ധീകരിച്ച് കുടിവെള്ളം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അറിഞ്ഞു വെച്ചേക്കുക, കടൽ ജലത്തെ ശുദ്ധീകരിച്ച് കുടിവെള്ളം ഉണ്ടാക്കാനുള്ള ഒരു മാർഗത്തെ പറയുന്ന പേരാണ് റിവേഴ്സ് ഓസ്മോസിസ്. ഇത് വിവിധ ഘട്ടങ്ങൾ ഉള്ള ഒരു പ്രവർത്തനമാണ്. ലയിച്ചു ചേർന്ന ലവണങ്ങൾ ഒഴിച്ചുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതാണ് ആദ്യത്തെ ഘട്ടം. ഓക്കെ, പിന്നീട് മർദ്ദം ഉപയോഗിച്ച് ഉപ്പുവെള്ളത്തെ ഒരു അതാര്യ സ്തരത്തിലൂടെ കടത്തിവിട്ട് ലവണങ്ങളെ വേർതിരിക്കുന്നു. അപ്പൊ ആദ്യം മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്ന ഘട്ടം. രണ്ടാമത് ലവണങ്ങളെ നീക്കം ചെയ്യുന്ന ഘട്ടം എന്തുപയോഗിച്ചിട്ട്? മർദ്ദം ഉപയോഗിച്ചിട്ട്. ഇങ്ങനെ ലഭിക്കുന്ന ശുദ്ധജലത്തിൽ ലവണങ്ങൾ, ഹെവി മെറ്റൽസ്, സൂക്ഷ്മജീവികൾ എന്നിവ ഉണ്ടാകില്ല. ഇതിന്റെ pH ക്രമീകരിച്ച ശേഷം കുടിവെള്ളമായി ഉപയോഗിക്കുന്നു. ഇത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ 70% ജലമാണ്. ഒരു ദിവസം ഒരാൾക്ക് കുടിക്കാൻ ആവശ്യമായ ജലത്തിന്റെ അളവ് അയാളുടെ പ്രായം, ഭാരം, പ്രവർത്തികൾ, കാലാവസ്ഥ എന്നിവയെ ആശ്രയിച്ചിരിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേ അളവിലല്ല ജലം ആവശ്യമായിട്ട് വരുന്നത്. കുട്ടികൾക്ക് 8 മുതൽ 12 കപ്പ് വരെ, അതായത് 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം ആവശ്യമാണ്. അതുപോലെ ദാഹിക്കുമ്പോൾ മതിയായ അളവിൽ വെള്ളം കുടിക്കുക എന്നതാണ് ഉചിതം. വേനൽക്കാലത്ത് വിയർപ്പിലൂടെ കൂടുതൽ വെള്ളം നഷ്ടമാകുമ്പോൾ കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരും. ഓക്കെ, ഇനി നമ്മുടെ ബോഡിയിലെ കാര്യമാണ്. ഓരോ അവയവങ്ങൾക്കും എത്ര വെള്ളം ആവശ്യമുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ 73% നമ്മുടെ തലച്ചോറ് ഉപയോഗിക്കുന്നത്. 94% രക്തം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ വൃക്ക 79%, പേശികളിൽ 75%, ഹൃദയത്തിൽ 75%, ശ്വാസകോശങ്ങളിൽ 83%, അസ്ഥികളിൽ 31% വെള്ളമുണ്ട്. അപ്പൊ തലച്ചോറിൽ 73% വെള്ളമാണ്. അപ്പൊ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾക്ക് വെള്ളം കുടിക്കേണ്ടത് ആവശ്യമാണ്. രക്തത്തിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്കും വെള്ളം ആവശ്യമുണ്ട്. അപ്പൊ ഈ അവയവങ്ങളെല്ലാം വെള്ളം പ്രാധാന്യം അർഹിക്കുന്ന അവയവങ്ങളാണ്. അപ്പൊ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നതാണ് പറയുന്നത്. ഓക്കെ, മനുഷ്യ ശരീരത്തിൽ ജലത്തിന്റെ വിവിധ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്?
ഒന്ന്, മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിന്. വെള്ളം കുടിച്ചാലേ നമുക്ക് വിയർപ്പിലൂടെയൊക്കെ മാലിന്യങ്ങളൊക്കെ പുറന്തള്ളാൻ പറ്റും. അതുപോലെ ശരീരതാപം നിയന്ത്രിക്കുന്നതിന് വെള്ളം ആവശ്യമാണ്. സന്ധികളിൽ കർഷണം കുറയ്ക്കുന്നതിന് വെള്ളം വേണം. പോഷക ഘടകങ്ങളെ കോശങ്ങളിൽ എത്തിക്കുന്നതിന് വെള്ളം വേണം. ഇന്ദ്രിയങ്ങളെ ഈർപ്പമുള്ളതാക്കി സംരക്ഷിക്കുന്നതിനും വെള്ളം ആവശ്യമാണ്. നമ്മുടെ ബോഡിയിൽ മൊത്തം എത്ര ശതമാനമാണ്? 70% വെള്ളമുള്ളത്. ഓക്കെ, മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ് എന്ന് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ജീവികൾക്കും ജീവൽ പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. മനുഷ്യന് മാത്രമല്ല, മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും എല്ലാം ജലം ആവശ്യമാണ്. ജലത്തിന് നിറമോ ആകൃതിയോ ഇല്ല. ജലത്തിൽ മുങ്ങുന്നതും മുങ്ങാത്തതുമായിട്ടുള്ള വസ്തുക്കളുണ്ട്. ജലത്തിൽ ലയിക്കുന്നതും ലയിക്കാത്തതുമായ വസ്തുക്കളുണ്ട്. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥയിലുള്ള വസ്തുക്കൾ ജലത്തിൽ ലയിച്ചു ചേരുന്നു. വസ്തുക്കളെ ലീനം, ലായകം, ലായനി എന്നിങ്ങനെ നമുക്ക് വേർതിരിക്കാൻ സാധിക്കും. ജലം ഒരു സാർവിക ലായകമാണ്. ലയന വേഗതയും അതിന്റെ സ്വാധീന ഘടകങ്ങളും ഒക്കെ ജലത്തിലുണ്ട്. ജലം വിതാനം പാലിക്കുന്നു. ജലചൂഷണം ജലസ്രോതസ്സുകളെ ബാധിക്കുന്നു. ജലത്തിന് ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യാനായിട്ട് സാധിക്കും. ജലം ബാഷ്പീകരണ സ്വഭാവമുള്ള ഒരു ലായകമാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിലുള്ള പോയിന്റ്സ് ആണ്, അറിഞ്ഞു വെച്ചേക്കാം. വ്യത്യസ്ത ഗുണനിലവാരമുള്ള വെള്ളമാണ് നമ്മൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഏറ്റവും ഉയർന്ന ഗുണനിലവാരമുള്ള വെള്ളമാണ് നമ്മൾ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. കുടിക്കാൻ ഉയർന്ന ഗുണനിലവാരത്തിലുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ആ ഒരു ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ്സിന്റെ ആ ഒരു കണക്കനുസരിച്ചാണ് നമ്മൾ കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്നത്. മനുഷ്യന്റെ മറ്റ് സസ്തനികളുടെയും കുടലിൽ കാണപ്പെടുന്ന കോളിഫോം വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയയാണ് ഈ കോളി എന്ന് പറയുന്നത്. കനലോഹങ്ങൾ മെർക്കുറി, ലെഡ്, കാഡ്മിയം, ആർസനിക് മുതലായ നാഡീവ്യൂഹത്തെയും ആന്തരാവയവങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നു. അപ്പൊ മനുഷ്യന്റെയും മറ്റ് സസ്തനികളുടെയും കുടലിൽ കാണപ്പെടുന്ന ഒരു തരം ബാക്ടീരിയയാണ് ഈ കോളി. കോളിഫോം വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയയാണ് ഈ കോളി. ഓക്കെ, പിന്നെന്താണ്? മെർക്കുറി, ലെഡ്, കാഡ്മിയം, ആർസനിക് ഇതൊക്കെ വെള്ളത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ നാഡീവ്യവസ്ഥയെയും ആന്തര അവയവങ്ങളെയും ദോഷകരമായി ബാധിക്കും. പിന്നെ നമ്മുടെ ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ്സിന്റെ കണക്കനുസരിച്ച് ശുദ്ധവെള്ളം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിറം 5 യൂണിറ്റ് ഹേസൻ യൂണിറ്റ് ആയിരിക്കണം. കലങ്ങൾ 5 യൂണിറ്റിൽ നെഫലോ ടെർബിഡിറ്റി യൂണിറ്റ് അത്രയായിരിക്കണം. പിന്നെ കുറെ കാര്യങ്ങളുണ്ട്. രാസഗുണം എന്ന് പറഞ്ഞാൽ 6.5-നും 8.5-നും ഇടയിലായിരിക്കണം. ലേയ പദാർത്ഥങ്ങൾ 500 മില്ലിഗ്രാം പെർ ലിറ്റർ അങ്ങനെ ആയിരിക്കണം. അങ്ങനെ ഓരോ മെറ്റൽസിന്റെയും അതിനകത്ത് ഉണ്ടാവേണ്ട മിനറൽസിന്റെയും കണക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പൊ ജലത്തിന്റെ pH, കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ pH 6.5 തൊട്ട് 8.5 ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഈ ജൈവ മാലിന്യങ്ങൾ എന്താണ്? കോളിഫോം സൂക്ഷ്മാണുവും ഈ കോളി സൂക്ഷ്മാവും. അതിൽ ഈ കോളി നമ്മുടെ വെള്ളത്തിൽ ഉണ്ടാകാൻ പാടില്ല, കുടിക്കുന്ന വെള്ളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മുടെ ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. ഇനി വസ്തുക്കൾ ജലത്തിൽ മുങ്ങുന്നതിനും പൊങ്ങുന്നതിനും അവ സാന്ദ്രതയുമായി ബന്ധമുണ്ട്. ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കൾക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായിരിക്കും. ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് ജലത്തിനേക്കാൾ സാന്ദ്രത കുറവായിരിക്കും. വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നവർക്ക് ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലായിരിക്കും. എന്നാൽ ജലത്തേക്കാൾ സാന്ദ്രത കൂടിയ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കപ്പൽ, ബോട്ട് എന്നിവ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം അവയുടെ വ്യാപ്തം വളരെ കൂടുതലായതിനാലാണ്. അപ്പൊ വ്യാപ്തം കൂടിയാലും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും, സാന്ദ്രത മാത്രമല്ല. ഓക്കെ, സാന്ദ്രത കുറഞ്ഞാൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും, വ്യാപ്തം കൂടിയാലും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. കപ്പൽ ആദേശം ചെയ്യുന്ന ജലത്തിന്റെ ഭാരം കപ്പലിന്റെ ഭാരത്തേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ജലത്തിൽ ലയിക്കുന്നവ ലയിക്കാത്തവ കണ്ടുപിടിച്ചെഴുതാനായിട്ട് ഒരു പെട്ടി നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ജലത്തിൽ ലയിക്കുന്നവ പഞ്ചസാര, ഉപ്പ്, വിനാഗിരി, അപ്പക്കാരം, സോപ്പ് പൊടി, തുരിശ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇതൊക്കെ ജലത്തിൽ ലയിക്കുന്നവയാണ്. ജലത്തിൽ ലയിക്കാത്തവ മണ്ണെണ്ണ, വെളിച്ചെണ്ണ, മെഴുക്, കർപ്പൂരം ഇതൊക്കെ ജലത്തിൽ ലയിക്കാത്തവയാണ്. ഉപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ സോഡിയം ക്ലോറൈഡ് അങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. NaCl ആണ് നമ്മുടെ ഉപ്പ് എന്ന് പറയുന്നത്. അപ്പൊ NaCl Na+1 Cl-1 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ അയോണുകളായിട്ട് അത് വേർപിരിയും. അവ ജല തന്മാത്രകളാൽ വലയം ചെയ്യപ്പെടുന്നു.
അങ്ങനെ താപം, മർദ്ദം, ലീനത്തിന്റെയും ലായകത്തിന്റെയും സ്വഭാവം എന്നിവ ലയിക്കൽ പ്രക്രിയയെ സ്വാധീനിക്കും. അപ്പൊ ലയിക്കൽ പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ പഠിച്ചു വെച്ചോ? താപം, മർദ്ദം, ലീനത്തിന്റെയും ലായകത്തിന്റെയും സ്വഭാവം. താപം, മർദ്ദം, ലീനത്തിന്റെയും ലായകത്തിന്റെയും സ്വഭാവം ജലത്തിന്റെ ലയിക്കൽ പ്രക്രിയയെ സ്വാധീനിക്കുന്നു. ഓക്കെ, ഇനി ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? സോഡ നിർമ്മിക്കുന്നത്. സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത്. ഇനി ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്നും എന്തിലാണോ ലയിച്ചു ചേരുന്നത് അതിനെ ലായകം എന്നും പറയുന്നു. ലീനം, ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. ഓക്കെ, അപ്പൊ ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനമെന്നും എന്തിലാണോ ലയിക്കുന്നതിനെ ലായകമെന്നും ലയിച്ചു ചേർന്നുണ്ടാകുന്നതിനെ ലായനി എന്നും നമുക്ക് പറയാം. അപ്പൊ അടുത്തൊരു പെട്ടിയുണ്ട്, ലായനി, ലീനം, ലായകം ഓരോന്നിന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു പെട്ടിയുണ്ട്. അത് നമ്മുടെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്കത് പഠിക്കാം. അപ്പൊ പഞ്ചസാര ലായനിയിലെ ലീനം എന്താണ്? പഞ്ചസാര. എന്താണോ ലയിക്കുന്നത് അതാണ് ലീനം. അപ്പൊ പഞ്ചസാരയാണ് ലയിച്ചത്, പഞ്ചസാര ലീനം, വെള്ളം ലായകം. സോഡയിലാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ലയിച്ചത്, അപ്പൊ വെള്ളമാണ് ലായകം. കാർബൺ ഡൈ ഓക്സൈഡ് ലീനം, വെള്ളം ലായകം. തുരിശ് ലായനിയില് എന്താണ് ലയിച്ചത്? തുരിശാണ്. നേർപ്പിച്ച വിനാഗിരിയിൽ വിനാഗിരിയാണ് ലയിച്ചത്. അപ്പൊ ലായകം ഇവിടെ എല്ലാം വെള്ളമാണ്, ലീനത്തിലാണ് മാറ്റമുള്ളത്, അറിഞ്ഞു വെച്ചേക്കുക. ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്. അതിനാൽ ജലത്തെ നമുക്ക് എന്തെന്ന് പറയാം? സാർവീക ലായനം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പം ലായനികൾ പലതരത്തിലുണ്ട്. കരം ദ്രാവകത്തിൽ ലയിക്കുന്നതുണ്ട്. ഓക്കെ, കരം ദ്രാവകത്തിൽ ലയിക്കുന്നുണ്ട്, എക്സാമ്പിൾ ഉപ്പുവെള്ളം. വാതകം ദ്രാവകത്തിൽ ലയിക്കുന്നുണ്ട്, നമ്മുടെ സോഡാ വെള്ളം. അതുപോലെ 2 ദ്രാവകങ്ങൾ ലയിക്കുന്നുണ്ട്, അത് വിനാഗിരിയും ജലവും ഒക്കെ അതാണ്. ഓക്കെ, ഇനി 2 കരവസ്തുക്കൾ ലയിച്ചതുണ്ട്, അതാണ് നമ്മുടെ ലോഹസങ്കരങ്ങളൊക്കെ. സ്വർണം, സ്റ്റെയിൻലെസ് സ്റ്റീല്, പിച്ചള, ഇതൊക്കെ 2 കരങ്ങൾ ലയിച്ചുണ്ടാകുന്നതാണ്. അങ്ങനെ പലതരത്തിലുള്ള ലായനികളുണ്ട്, അറിഞ്ഞു വെച്ചേക്കാം. ഇനി ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറു കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ പറയുന്ന പേരാണ് വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം. ഓക്കെ, അപ്പൊ ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് വർദ്ധിക്കുന്നു. ചൂടാകുമ്പോൾ എന്താണ്? ബാഷ്പീകരണ തോത് കൂടുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു. കരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം എന്ന് പറയുന്നത്. കരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥയിലും കാണപ്പെടുന്ന പ്രകൃതിദത്തമായിട്ട് കാണപ്പെടുന്ന പദാർത്ഥമാണ് ജലം. വിധാനം പാലിക്കുന്നു എന്നത് ജലത്തിന്റെ ഒരു സവിശേഷതയാണ്. അതുപോലെ ജലത്തുള്ളിക്ക് പറയാനുള്ള എന്താണെന്ന് അറിഞ്ഞു വെച്ചേക്കാം. ജീവജാലങ്ങൾക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാനാകില്ല. ജലാശയങ്ങൾ ചൂടുപിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു, പിന്നീട് തണുത്ത മഴമേഘങ്ങളായി മാറുന്നു. അവിടെ വെച്ച് ചെറു കണികകളായി ഞങ്ങൾ ഒത്തുചേർന്ന് മഴത്തുള്ളിയായി ഭൂമിയിലേക്ക് പതിക്കുന്നു. അങ്ങനെ ജലസ്രോതസ്സുകളുടെ ഭാഗമായി മാറുന്നു. ഓക്കെ, അപ്പം ഭൂമിയിൽ ലഭ്യമായ ശുദ്ധജലം ജീവജാലങ്ങൾക്ക് ആവശ്യമാണ്. എന്നാൽ മനുഷ്യന്റെ ചില ഇടപാടുകൾ ജലമലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. ഭൂമിയിൽ ആകെയുള്ള ശുദ്ധജലത്തിന്റെ 31% ഭൂഗർഭജലമാണ്. മഴ പെയ്തും മഞ്ഞുരുകിയും ഉണ്ടാകുന്ന വെള്ളത്തിന്റെ ഒരു ഭാഗം മണ്ണിലൂടെയും പാറകളിലൂടെയും ഒഴുകി ഭൂമിയിലേക്ക് കിനിഞ്ഞിറങ്ങി രൂപപ്പെടുന്നതാണ് ഭൂഗർഭജലം എന്ന് പറയുന്നത്. അമിത ജലഖനനം ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്, അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതാണ്, അറിഞ്ഞു വെച്ചേക്കുക. ഇനി കടൽ, ഉപ്പുജല തടാകങ്ങൾ എന്നിവ ഒഴികെ ലവണങ്ങൾ ലയിച്ചു ചേർന്നിട്ടില്ലാത്ത ജലാശയങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ശുദ്ധജല തടാകങ്ങൾ എന്ന് പറയുന്നത്. ലയനങ്ങൾ അല്ലെങ്കിൽ ലവണങ്ങൾ ലയിച്ചു ചേർന്നിട്ടില്ലാത്ത തടാകങ്ങൾ അല്ലെങ്കിൽ ജലസ്രോതസ്സുകളെ പറയുന്ന പേരാണ് ശുദ്ധജല സ്രോതസ്സുകൾ. ഓക്കെ, അപ്പൊ ഭൂമിയിൽ ആകെയുള്ള ജലത്തിന്റെ 97% ഉപ്പുവെള്ളമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 3% ശുദ്ധജലം ഉള്ളതെന്ന്. അപ്പൊ ബാക്കി 97% ഉപ്പുവെള്ളമാണ്. ഭൂമിയിൽ ലഭ്യമായ ശുദ്ധജലത്തിന്റെ അളവ് 3% മാത്രമാണ്. ഇതിന്റെ 68.7% മാത്രമാണ് ഹിമാനിയില്, കേട്ടോ. അപ്പൊ എന്താണ് ഈ പറയുന്ന 3%ത്തിന്റെ 68.7%? അതെവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ഹിമാനികളിലും മഞ്ഞുമലകളിലും ആയിട്ടാണ് കാണപ്പെടുന്നത്. അതായത് കുടിക്കാൻ പറ്റുന്ന രൂപത്തിലല്ല, ഐസ് കട്ടയായിട്ടാണ് അവിടെ കാണപ്പെടുന്നത്. ഇനി 30%, ബാക്കി 30% ശുദ്ധജലം ഭൂമിക്കുള്ളിലാണ് സംഭരിച്ചു വെച്ചേക്കുന്നത്. ബാക്കി 1.3% ശുദ്ധജലമാണ് നദികളും തടാകങ്ങളും അരുവികളും ചതുപ്പുകളും അന്തരീക്ഷവും മണ്ണും ജീവജാലങ്ങളും എല്ലാം കൂടി വഹിക്കുന്നത്. അതായത് നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ ഭൂമിയിൽ 97% കാണപ്പെടുന്നത് ഉപ്പുവെള്ളമാണ്.
ബാക്കി 3% ശുദ്ധജലമുണ്ട്. ആ ശുദ്ധജലത്തിന്റെ 68.7% ഹിമാനിയിലും മഞ്ഞുമലയിലുമായിട്ടാണ്. 30% ഭൂമിയുടെ ഉള്ളിലാണ്. ബാക്കി 1.3% മാത്രമാണ് ജലാശയങ്ങളിലും നദികളിലും തടാകങ്ങളിലും അരുവികളിലും ഒക്കെ ആയിട്ട് കാണപ്പെടുന്നത്. ഭൂമിയിൽ ആകെ ശുദ്ധജലത്തിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മുടെ ഉപയോഗത്തിന് ലഭിക്കുന്നത്. പരിമിതമായ ഈ ശുദ്ധജലത്തെ മലിനമാക്കാതെ സംരക്ഷിച്ച് ഉപയോഗിക്കണം എന്ന ധാരണ കുട്ടികളെ രൂപപ്പെടുത്തണമെന്ന് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞേക്കാണ് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ ഉണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ. ഡീറ്റെയിൽ ആയിട്ട് എന്താണ് അതിൽ പറഞ്ഞേക്കുന്ന ഓരോ പോയിന്റ്സും നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക. SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദ്യം വരും. ലൈൻ ബൈ ലൈൻ നിങ്ങൾ പഠിക്കുക. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിരിക്കും. ഇതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്ത് പഠിക്കാനായിട്ടും കൂടെ ശ്രമിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്ററുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.